ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തേക്കുള്ള വായനഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങൾ. ഇന്നത്തെ ചിന്തയ്ക്കായി അപ്പോസ്തല പ്രവൃത്തികൾ 28 അധ്യായം 7 വാക്യം. പുബ്ലിയോസ് എന്ന ദ്വീപ് പ്രമാണിക്ക് ഒരു ജന്മഭൂമി ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ശുശ്രൂഷയുടെ പിന്തുടർച്ചക്കാരായി വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ സമൂഹമാണ് സഭ. ദൈവിക ശുശ്രൂഷയുടെ ഭാഗമാണ് സൗഖ്യദായക ശുശ്രൂഷ. ഓരോ ശുശ്രൂഷയും അനിവാര്യമായി തീരുന്നത് വ്യത്യസ്തമായ സാഹചര്യങ്ങളിലാണ്. ഇവിടെ കപ്പൽ തകർച്ചയിൽ അകപ്പെട്ടവർ വന്ന് ഇറങ്ങിയത് മെലീത്ത എന്ന ദ്വീപിലായിരുന്നു. അവിടെ ഉണ്ടായിരുന്നവർ അതിഥികളായി എത്തിയവരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും അവരോട് ദയ കാണിക്കുകയും ചെയ്തു. മെലീത്ത എന്ന ഈ ദ്വീപിലെ ഒരു ഭരണാധിപനായിരുന്നു പുബ്ലിയോസ്. ഇദ്ദേഹത്തെക്കുറിച്ച് ചില ചിന്തകൾ പങ്കുവെക്കാൻ അത്രേ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട്, കഷ്ടതയിലായവരെ സഹായിക്കുവാനുള്ള നല്ല മനസ്സുള്ള വ്യക്തിയായിരുന്നു പുബ്ലിയോസ്. മെലീത്ത ദ്വീപിലെ പ്രധാന ഭരണാധികാരിയായിരുന്ന ഇദ്ദേഹം 3 ദിവസം ആദരവോടെ അതിഥി സൽക്കാരം ചെയ്തു എന്ന് കാണുന്നു. പൗലോസിനെ മാത്രമല്ല, ആ സംഘത്തെ ഒന്നായി തൻ്റെ ഭവനത്തിൽ സ്വീകരിക്കുന്നു. ആഹാരവും മറ്റ് അവശ്യ സാധനങ്ങളുമെല്ലാം നഷ്ടപ്പെട്ട് കപ്പൽ ഛേദത്തിൽ നിന്ന് രക്ഷപ്പെട്ട് എത്തിയവരായിരുന്നു അപ്പോസ്തലനായ വിശുദ്ധ പൗലോസും കൂട്ടാളികളും. ഇവരെ സഹായിക്കുന്നതിലൂടെ പുബ്ലിയോസിലെ ചില ശ്രേഷ്ഠ ഗുണങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ദയ, ആതിഥ്യ മര്യാദ, ചേർത്ത് നിർത്തുവാനുള്ള മനസ്സ്, ദൈവമക്കളെ ആദരിക്കുന്ന സ്വഭാവം, ഇവയെല്ലാം ഒരു വിശ്വാസിയിൽ അല്ലെങ്കിൽ ഒരു ദൈവ പൈതലിൽ വിളങ്ങേണ്ട ശ്രേഷ്ഠ ഗുണങ്ങളാണ്. അങ്ങനെ പുബ്ലിയോസിൻ്റെ ഈ സൽപ്രവൃത്തി തൻ്റെ പിതാവിൻ്റെ രോഗസൗഖ്യത്തിന് കാരണമായി തീരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 28 അധ്യായം 7 മുതലുള്ള വാക്യങ്ങളിലാണ് നമുക്ക് പുബ്ലിയോസ് എന്ന വ്യക്തിയെ കാണുവാനായിട്ട് സാധിക്കുന്നത്. കൂടാതെ ഈ തൻ്റെ പിതാവിൻ്റെ സൗഖ്യ കാരണം അറിഞ്ഞ ആ ദ്വീപിലെ അനേക രോഗികൾ പൗലോസ് അപ്പോസ്തലൻ്റെ അടുക്കലേക്ക് കടന്നു വരികയും അവർക്ക് സൗഖ്യത്തിന് കാരണമാവുകയും ചെയ്തു. കഷ്ടതയിലായവരെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയതിനാൽ പുബ്ലിയോസിനും ആ ദേശത്തിനും അത് അനുഗ്രഹത്തിന് കാരണമായി തീരുന്നു. രണ്ടാമതായിട്ട്, നന്ദിയോടെ യാത്ര അയക്കുന്ന ഒരു നല്ല മനസ്സ് പുബ്ലിയോസിൽ ഉണ്ടായിരുന്നു. മെലീത്ത ദ്വീപിലെത്തിയ പൗലോസ് താൻ പുബ്ലിയോസിൻ്റെ ഭവനത്തിൽ ചിലവിട്ട 3 ദിവസങ്ങൾ ദൈവനാമ മഹത്വത്തിനായി വിനിയോഗിച്ചു. ക്രിസ്തുവിൻ്റെ മനോഭാവം ഉള്ളിൽ പേറി നടന്ന പൗലോസ് അവരിലേക്ക് ആ ക്രിസ്തുവിനെ പകർന്നു നൽകുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ആ ദ്വീപിലുള്ളവരുടെ നന്മയ്ക്കും രൂപാന്തരത്തിനുമായി പൗലോസ് അപ്പോസ്തലൻ പ്രവർത്തിക്കുന്നു. തുടർന്ന് പൗലോസ് അപ്പോസ്തലനും സംഘവും മടങ്ങിപ്പോകുമ്പോൾ ആവശ്യമുള്ളതെല്ലാം കൊടുത്ത് ബഹുമാനത്തോടെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അവരെ യാത്ര അയക്കുന്ന ഒരു പുബ്ലിയോസിനെ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. തൻ്റെ ഭവനത്തിൽ എത്തിയ അതുവരെ തനിക്ക് അറിഞ്ഞുകൂടാതിരുന്ന ഒരു കൂട്ടം ആൾക്കാരെ സ്വീകരിക്കുവാനും കഷ്ടതയിലായ ആ ജനത്തെ ആദരിക്കുവാനും പിതാവിൻ്റെ സൗഖ്യത്തിലൂടെ ദൈവത്തിൻ്റെ വലിയ വിടുതൽ അനുഭവിച്ചറിയുവാനും പുബ്ലിയോസിന് സാധിച്ചു. കൂടാതെ സ്നേഹ ആദരവുകളോടെ അവരെ മടക്കി അയക്കുവാനും പുബ്ലിയോസ് എന്ന ഭരണാധിപന് കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ഈ ശ്രേഷ്ഠ ഗുണങ്ങൾ നമുക്കും മാതൃകയാക്കാം. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ സഹോദരങ്ങളെ ഞങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുവാനും അവരെ ആദരിക്കുവാനും അങ്ങനെ ദൈവിക ഇടപെടലിൻ്റെ ഭാഗമായി തീരുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.